അടിമാലി ടൗണിൻ്റെ പതിവ് തിരക്കുകളിൽ നിന്ന് വണ്ടി തിരിഞ്ഞ് മലയോര പാതയിലേക്ക് കയറുമ്പോൾ തന്നെ യാത്രയുടെ സ്വഭാവം മാറുന്നു. മൂന്നാറിൻ്റെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് മാറി പ്രകൃതിയുടെ വന്യവും നിഷ്കളങ്കവുമായ സൗന്ദര്യം തേടിയുള്ള യാത്രയാണ് അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ളത്. കോടമഞ്ഞും സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണവും കാട്ടരുവികളുടെ സംഗീതവും ഇരചേർന്ന ഒരു സുന്ദരമായ വഴിത്താര. തണുത്തുറഞ്ഞ ആ തെളിനീരിൽ മുഖം കഴുകി ചെറിയ തട്ടുകടകളിൽ നിന്ന് കിട്ടുന്ന ചൂടുചായയും നാടൻ പലഹാരങ്ങളും കഴിക്കുന്നത് യാത്രയുടെ രസം ഇരട്ടിയാക്കും. കല്ലാർ കഴിഞ്ഞ് മാങ്കുളത്തേക്കുള്ള വഴിയിലേക്ക് തിരിയുന്നതോടെ വായുവിൽ പെട്ടെന്നാണ് തണുപ്പും ശുദ്ധിയും നിറയുന്നത്. വിരിപാറ വിട്ട് മുന്നോട്ട് പോകും തോറും കാടിൻ്റെ സാന്ദ്രത കൂടിക്കൂടി വരുന്നു. ജനവാസം കുറഞ്ഞ് വനമേഖല തുടങ്ങുന്നിടത്ത് കാടിൻ്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കിളികളുടെയും ചില്ലുകാക്കകളുടെയും ചിലക്കലുകൾ മാത്രം കേൾക്കാം. പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ വിദൂരമായ ഇരമ്പലും ഇവിടെ അനുഭവപ്പെടും. കുണ്ടും കുഴിയും നിറഞ്ഞ ചില ഓഫ് റോഡ് വഴികൾ ഈ യാത്രയെ അല്പം സാഹസികവുമാക്കുന്നുണ്ട്. മാങ്കുളത്തെത്തിച്ചേർന്ന് അല്പം കൂടി മുന്നോട്ട് പോയാൽ പ്രകൃതിയുടെ മറ്റൊരു വിസ്മയമായ ആനക്കുളം കാണാം. വലിയ ഈറ്റക്കാടുകൾ അതിരിട്ട പുഴയോരമാണ് ആനക്കുളം. പുഴയിലെ പാറയിടുക്കുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഉപ്പുരസമുള്ള സ്വാഭാവിക ഉറവു വെള്ളം കുടിക്കാൻ കാട്ടാനക്കൂട്ടങ്ങൾ വനത്തിൽ നിന്നും കൂട്ടമായി ഇങ്ങോട്ടിറങ്ങി വരുന്നു. മനുഷ്യരുടെ യാതൊരു ശല്യവുമില്ലാതെ പുഴയുടെ അക്കരെയുള്ള കാട്ടിൽ നിന്ന് മറുകരയിലേക്ക് ആനകൾ ഇറങ്ങി വരുന്ന കാഴ്ച അതിശയകരമാണ്. നഗരത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് മാറി ശുദ്ധവായു ശ്വസിച്ച് കാടിൻ്റെയും തോട്ടങ്ങളുടെയും പച്ചപ്പിലലിഞ്ഞ് മനസ്സു നിറയ്ക്കാൻ അടിമാലിയിൽ നിന്നുള്ള ഈ മാങ്കുളം യാത്ര ഒരു അപൂർവ അനുഭൂതി തന്നെയാണ് സമ്മാനിക്കുന്നത്. പ്രകൃതി അതിൻ്റെ തനതുഭാവത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു മലയോര സ്വർഗത്തിലേക്കുള്ള യാത്രയാണിത്.